നന്നായി പോണു. ഭക്തിഗാനം എന്നുള്ളത് മാത്രമല്ലാതെ അഭിനയ സംഗീതമാണ് എന്റേത്. അതൊരു പുതിയ രീതിയായിരിക്കുമല്ലോ. തീർച്ചയായും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും എന്നെ പരിപാടിക്ക് വേണ്ടി വിളിക്കുന്നതും. ഇതുവരെ മിക്ക ഡാൻസുകാർ നിന്ന് ചെയ്ത് പരിചയമാണ്. അതെ അതെ, തിരിച്ചൊരു ട്രെൻഡാക്കി ഞാൻ ഇരുന്നിട്ട് അഭിനയം മാത്രം. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ബീറ്റ് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാനിപ്പോ തുളസിക്കതിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ അത് നല്ലൊരു ഗായകൻ നല്ല രീതിയിൽ പാടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അത് എന്റേതായ രീതിയിൽ ഞാൻ പാടുമ്പോ പുല്ലാങ്കുഴലൂതി ഊതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ പുല്ലാങ്കുഴലൂതി ഊതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ അങ്ങനെ കുറച്ച് ഈ പറന്ന് ആ പാട്ട് അങ്ങ് അതൊക്കെയാ ഞാൻ കണ്ടത്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ സൂപ്പറായി. അങ്ങനെ പോകും. താങ്ക് യു സാർ. താങ്ക് യു. അശോകൻ അർജുൻ. അപ്പൊ എനിക്ക് തോന്നുന്നു അർജുൻ മാഷക്ക് ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു. അപ്പൊ നിങ്ങളുടെ പാട്ട് ചെയ്ത് കഴിക്കാൻ പോകുന്നത് അപ്പൊ പുതിയ കാലഘട്ടത്തിലും പഴയതെന്താണ് ആവശ്യപ്പെടുന്നത് ആ കാലഘട്ടത്തിലും ഏതാണ് ആവശ്യം. ഷിബു സാർ പറഞ്ഞ പോലെ എന്താണ് സംവിധായകനും അല്ലെങ്കിൽ പടത്തിനും നാടകത്തിനും എന്താണോ ആവശ്യം അത് കൊടുക്കാനായിട്ടാണ് നമ്മൾ തയ്യാറാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.